ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ക്രൊയേഷ്യയിലെ ഒരു ഗ്രാമമായിട്ടുള്ള ഹാർമീസിലാണ് നിൽക്കുന്നത്. ഞാനിവിടെ 2 വർഷം മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജർമ്മനിലേക്ക് പോകാൻ വേണ്ടി തന്നെ ഒത്തിരി ഇവിടുത്തെ ഒരു സാറും മേഡം ഹെൽപ്പ് ചെയ്തിരുന്നു. അവർ ഡോക്ടർ ഫാമിലിയാണ്. അപ്പോൾ ഞാൻ ജർമ്മനിയിലെ ജോലിക്ക് ശേഷം ആദ്യമായിട്ടാണ് അവരെ കാണാൻ പോകുന്നത്. അവർ മക്കളെപ്പോലെ നോക്കുന്ന 3 പട്ടികളും ഒരു പൂച്ച അവർക്കുണ്ട്. അതിലൊരു പട്ടിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു വർഷത്തിന് ശേഷമുള്ള ഒരു റിയാക്ഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അവർക്ക് കുക്ലിസ എന്ന് പറഞ്ഞൊരു ഐസ്ലൻഡിൽ ഒരു വില്ല ഉണ്ട്. 2 വില്ല ഉണ്ട് അവർക്ക് അവിടെ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോവാണ്. അവർ മാത്രമല്ല, ഞങ്ങൾ 3 പട്ടികളും കൂടെ ഉണ്ട്. ആദ്യമായിട്ടാണ് പട്ടികൾ 3 വെച്ച് യാത്ര ചെയ്യുന്നത്. കുറേ ലോങ് യാത്രയാണ്. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ എടുക്കും. അപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെ അത് ചെയ്യുമെന്ന്. ഇതിപ്പോൾ അവിടേക്ക് 4 മണിക്കൂർ എടുക്കും അവിടേക്ക് പോകാൻ. പിന്നെ ഐസ്ലൻഡ് ആയതുകൊണ്ട് തന്നെ നേരിട്ട് നമുക്ക് കാറിൽ പോകാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ഒരു ഫെറിയിൽ കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. ഇവരുടെ ശരിക്കും ഇതൊരു വില്ലേജ് ആയതുകൊണ്ട് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ വളരെ അതിമനോഹരമാണ്. അതായത് ചെറിയ ചെറിയ വീടുകളായാലും എല്ലാം ഒരു നല്ല മനോഹാരിത നൽകുന്നുണ്ട് ഇവിടുത്തെ വീടുകളൊക്കെ. ശരിക്കും ക്രൊയേഷ്യ ഒരു ചെറിയ രാജ്യമാണെങ്കിലും അവിടുത്തെ ഭൂപ്രകൃതി ഒരു വ്യത്യസ്തം തന്നെയാണ്. അവിടുത്തെ ഇപ്പോൾ ഇത് സൂര്യോദയമാണ്. അതിൽക്കൂടെ ഇങ്ങനെ കാറിലുള്ള യാത്രയും പിന്നെ സാറ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർ ഒത്തിരി നാൾ ഇവിടെ പോകാറുണ്ട്. കാരണം ഒത്തിരി വർഷമായി അവർ ആ വീട് എടുക്കുന്നു. അപ്പോൾ ഇവരുടെ ഈ സമ്മർ വെക്കേഷനൊക്കെ അവർ അവിടെ പോവും. അപ്പോൾ പോണ വഴിക്ക് സാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ജർമ്മനിൽ വന്നവർ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഇവിടെ ഒരു സൈസ് യെല്ലോ കളറ് കൂണുണ്ട്. അത് ഇവർ കാട്ടിൽ നിന്നാണ് ഇവർ പറിക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല വിലയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അത് കിട്ടുന്ന കാടൊക്കെ എവിടെയാണെന്ന് സാറിങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എല്ലാം സാറിങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇംഗ്ലീഷ് അറിയാം സാറിന്, ക്രൊയേഷ്യയിലും സംസാരിക്കും. എന്നിട്ട് അതുകൊണ്ട് ബോറിംഗ് ഒന്നും അല്ലായിരുന്നു പോകുന്ന യാത്ര. നമ്മുടെ നാട്ടിൽ ടോൾ പോലെ തന്നെയാണ് ക്രൊയേഷ്യയിലും. നാട്ടിൽ ഫാസ്ടാഗ് പോലെ ഇവിടെ സാർ എന്തോ ഒന്ന് സ്കാനറിൽ നോക്കി കാണിക്കുന്നുണ്ടായിരുന്നു.
അവിടേക്ക് ഒത്തിരി തുരങ്കങ്ങൾ ഇത് ചെയ്ത് പോകണം. ഭയങ്കര വലിയ തുരങ്കമാണ് ഇവിടത്തെ. ഇടയ്ക്ക് ചെവിക്ക് ഒരു ബാലൻസിൻ്റെ കുഴപ്പമുണ്ടായിരുന്നെങ്കിലും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെയാണ് സാറ് കാണിച്ചു തന്നത് നമ്മുടെ ഈ മറ്റേ ജർമ്മനിയിലും ക്രൊയേഷ്യയിലൊക്കെ കിട്ടുന്ന യെല്ലോ കളർ കൂണിൻ്റെ കാര്യം. നമ്മുടെ ഈ പൂ പോലെ ഇരിക്കും ആ കൂണ്. പിന്നെ ഇവിടുത്തെ ഈ മരങ്ങളിലൊക്കെ ഈ കളറ് ഇങ്ങനെ മാറി ഇരിക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്ക് ചെറുതായിട്ട് മഴയൊന്ന് പണി വന്നെങ്കിലും എന്നാലും നല്ല രസമുണ്ടായിരുന്നു യാത്ര. പോകുന്ന വഴികളെല്ലാം നിരവധി തുരങ്കപാതകളുണ്ട്. പ്രകൃതിയുടെ ഭംഗി ചോരാതെ തന്നെയാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ തന്നെ അവർ ഈ ആനിമൽസിനൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രീൻ ബ്രിഡ്ജും വെച്ചിട്ടുണ്ട്. കാരണം ഇവർ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് എക്കോസിസ്റ്റത്തിന് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് ജർമ്മൻസും പിന്നെ അതുപോലെ തന്നെ ക്രൊയേഷ്യൻസൊക്കെ. അത് ശരിക്കും ഒരു നല്ലൊരു ആശയം പോലെ എനിക്ക് തോന്നി. കാരണം ഈ തുരങ്കം ചെയ്യുമ്പോൾ ഒക്കെ ആനിമൽസിനൊക്കെ അങ്ങനെ നടക്കാൻ പറ്റത്തില്ല. ഇത് അവർക്ക് തന്നെ ആയിട്ടൊരു സെപ്പറേറ്റ് ഒരു ഗ്രീൻ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് ഒരു വളരെ എന്താ പറയുക, നമ്മൾക്ക് ആവശ്യം പോലെ തന്നെ അവർക്കും ആവശ്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നി. ഇത് പോണ വഴിക്ക് ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ സാറിങ്ങനെ പറയണം ചെറിയ ഐസ്ലൻഡൊക്കെ എത്തി, ഇനി നമ്മുടെ ആവാൻ പോകാമെന്നൊക്കെ സാറിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. പട്ടികളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മുകളിൽ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് സാറ് താഴെ നിന്നിട്ട് മേഡവും ഞങ്ങളും ഈ ഫെറിയുടെ അപ്പർ ഡെക്കറിൽ പോയി കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ചു. പിന്നെ അപ്പോൾ മേഡം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, എങ്ങനെയാണ് തിരക്കൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സാറ് മുകളിലൊന്ന് മേഡം താഴേക്ക് പോയി. എന്നിട്ട് സാറ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ആൾക്ക് ഇങ്ങനെ കുറേ നേരം സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ കുക്ലിസയിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇവിടുത്തെ വീടുകൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. അത് നിർമ്മിതി തന്നെ ഒരു വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉണ്ടെന്ന് പറഞ്ഞത് കാറിൽ.
ഇവിടുത്തെ വീടുകളിലെല്ലാം സ്റ്റോൺ ഹൗസുകളാണ്. അതിൻ്റെ പ്രത്യേകത അതിൻ്റെ നിർമ്മിതി തന്നെയാണ്. പഴമയുടെ കാലപ്പഴക്കം ഉള്ള നിർമ്മിതികളാണിവ. അപ്പോൾ ഇതിനു മുമ്പ് അവരുടെ ഫ്രണ്ട്സ് വന്നു. ഇവർ ഒത്തിരി നാളിന് ശേഷമാണല്ലോ വന്നേ. അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് അവർ നെറ്റൊക്കെ വെച്ചു എന്ന് പറയുന്നത്. ഇത് കണ്ടോ, വില്ല ബ്ലാങ്ക് അവരുടെ ഇതാണ്. പട്ടികളൊക്കെ കുറേ നേരം കാറിൽ നിന്ന് മടുത്തു. പിന്നെ അവരുടെ നൈബേഴ്സും ഉണ്ടായിരുന്നു. അവർ ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കാണ് ഇവിടെ വരത്തുള്ളൂ. അങ്ങനെ ഒത്തിരി നാളത്തിന് ശേഷം വന്നുകൊണ്ട് അവരിങ്ങനെ എല്ലാം നോക്കുകയാണ്. ഈ ചെടി കണ്ടോ, ഇത് നമ്മുടെ നാട്ടിലുണ്ട്. ഇതിൻ്റെ പല കളറുണ്ട്. പണ്ടൊക്കെ ഇതുകൊണ്ട് ഞങ്ങൾ ചന്ദന എന്ന് പറഞ്ഞിട്ട് ഇത് തൂക്കുമായിരുന്നു. ഇത് ഇവിടെ ഇപ്പോൾ മഞ്ഞയും പിങ്കുമാണ്. ഈ ചെടികളൊക്കെ മിക്കതും നമ്മുടെ നാട്ടിലെ ചൂടിൻ്റെ കാലാവസ്ഥ ഇവിടെ ഉണ്ടാവുമല്ലോ. ഇതാള് എന്താ പറയുക, അവിടുത്തെ അവരുടെ പുറത്ത് ഔട്ട്ഡോറാണിത്. അപ്പോൾ അതൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നോക്കുകയാണ്. ഒരു വർഷത്തിന് ശേഷം കണ്ടാണ് അവർ വന്നേക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ഇതായിട്ടുള്ള റോസ്മേരി അത് ഭയങ്കര വലിയ ചെടിയായിട്ട് വളർന്നേക്കുവാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ അറേഞ്ച് ചെയ്യാണ്. അവിടെ ഇരിക്കാനുള്ള കാര്യങ്ങളും ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടിരിക്കുകയാണ്. പിന്നെ നാരങ്ങയൊക്കെ ഇവിടെ എന്താ പറയുക നല്ല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. കാരണം വെയിലും ഉണ്ട് നല്ല. ഒരു വീട് പോലും സ്റ്റോൺ ഹൗസ് അല്ലാത്ത വീട് കണ്ടിട്ടില്ല. എല്ലാ സ്റ്റോൺ ഹൗസുകളും തന്നെയാണ്. ഇത് ഓട്ടോയാണ് അവരുടെ 3 പേരുടെ രാജാവ് പട്ടികളിൽ. ശരിക്കും അവർ ഉദ്ദേശിക്കുന്ന ജസ്റ്റ് അവർ ടൂർ വരുമ്പോൾ ജസ്റ്റ് കിടക്കാനുള്ളൊരു സ്ഥലം. ജനലൊക്കെ തുറന്നെല്ലാം സെറ്റ് ചെയ്യാണ്. പിന്നെ അവർ ഫുഡ് വന്നു. പിന്നെ അവിടെ ഉണ്ടായ മുന്തിരി പറിച്ചു തന്നു. തീരെ ചെറിയ മുന്തിരിയാണ്, കാട്ടുമുന്തിരിയാന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ യാഗ്രമൈസർ തന്നു. അത് യാഗ്രമൈസർ ഇവിടുത്തെ എത്രയോ എന്താ പറയുക മരുന്നുകളുടെ ഒരു ചേരുവ കൂട്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്.